ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മാറ്റം അനിവാര്യമെന്ന് ചലച്ചിത്ര സീരിയൽ താരം മല്ലിക സുകുമാരൻ. തിരുവനന്തപുരത്തെ രാജാജി നഗർ കോളനിയിൽ ബിജെപി ഒരുക്കിയ സ്വർണ്ണകമലം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മല്ലിക. പരിപാടിയിൽ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാർ, നടൻ കൊല്ലം തുളസി അടക്കം നിരവധി ചലച്ചിത്ര പ്രവർത്തകർ പങ്കെടുത്തു. തലസ്ഥാന ജില്ലയിൽ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിൽ ഉള്ളവരും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനു വേണ്ടി പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. രാജാജി നഗറിൽ BJP ഒരുക്കിയ സ്വർണ്ണ കമലം പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി മുതിർന്ന താരം മല്ലിക സുകുമാരനാണ് എത്തിയത്. സംസ്ഥാനത്ത് മാറ്റം അനിവാര്യമാണെന്നായിരുന്നു മല്ലികയുടെ വാക്കുകൾ. പരാതി നമുക്ക് പറയാനും അത് കേൾക്കാനും മനസ്സുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. നമ്മൾ പോലും സ്വപ്നത്തിൽ കാണാത്ത പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇതുവരെ നമ്മളിതൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്തുണ്ടായി, എന്ത് നേടി? മാറ്റം അനിവാര്യമാണ്. തിരുവനന്തപുരം നിവാസികൾക്ക് സ്വന്തം പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്ന് പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും ജനൻ TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ പറഞ്ഞു. 70 വർഷമായിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി രണ്ട് മുന്നണികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭരിച്ച് ഈ നാട് മുടിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ പലർക്കും പെൻഷനില്ല, അരിയില്ല, പലവ്യഞ്ജനമില്ല, ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലെത്തി നിൽക്കുകയാണ്. അതിനൊരു വലിയ മാറ്റം വരേണ്ടതും ആ മാറ്റവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. നമ്മുടെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഇവിടുന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും. ഈ രാജാജി നഗറിന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. രാജാജി നഗർ കോളനിയിലെ ആദ്യ ഡോക്ടർ, നർത്തകൻ, ബാലതാരം കൂടാതെ അധ്യാപകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ചലച്ചിത്ര പ്രവർത്തകരായ കൊല്ലം തുളസി, വിനു കിരിയത്ത്, TT ഉഷ, ജീജ സുരേന്ദ്രൻ, ഗായകൻ രാധാകൃഷ്ണൻ, BJP വക്താവ് പാലോട് സന്തോഷ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.